പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വീണ്ടും നിങ്ങളോടൊപ്പം ദൈവവചനമായിട്ടായിരിക്കാൻ സ്വർഗത്തിൽ ദൈവത്തെ ആക്കിയതിനെ ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ദൈവവചനത്തിന്റെ വചനം നമ്മുടെ ജീവിതത്തിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നമ്മൾ എത്രത്തോളം ദൈവവചനത്തിന് പ്രാധാന്യം കൊടുക്കുന്നോ അത്രത്തോളം വചനം നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥകളെ മാറ്റും. കർത്താവിന്റെ വചനം നമ്മുടെ ജീവിതത്തിന് നമ്മളെ കൂടുതൽ 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 രൂപാന്തരം വരുത്തും. നമ്മളൊരു പക്ഷേ ജീവിതത്തിനകത്ത് ഒരിക്കലും ജയിച്ചിട്ടില്ലാത്തവരായിരിക്കാം, പക്ഷെ വചനം നമുക്ക് ജയം തരും. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ സമൃദ്ധിയിൽ ജീവിച്ചിട്ടില്ലായിരിക്കാം, പക്ഷെ വചനം നമ്മളെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവരും. ദൈവവചനം ഒരിക്കലും നമ്മുടെ ജീവിതത്തിനകത്ത് ഹല്ലേലൂയ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു കാരണവശാലും സ്വസ്ഥതയോടെ നമ്മൾ ജീവിച്ചിട്ടുണ്ടായിരിക്കുന്നില്ല, പക്ഷെ വചനം നമുക്ക് സ്വസ്ഥത തരും. അതെ, ദൈവവചനത്തിനകത്ത് നമുക്ക് ആവശ്യമുള്ളതെല്ലാം ഉണ്ട്. ഹല്ലേലൂയ. അപ്പൊ നമ്മളെ ഏറ്റവും പ്രാധാന്യത്തോടെ കാണേണ്ടത് ദൈവവചനത്തെ. ആ വചനത്തെ നമ്മൾ എത്രത്തോളം പ്രാധാന്യത്തോടെ കാണുന്നു അത്രത്തോളം വചനം നമ്മുടെ ജീവിതത്തിനകത്ത് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ അവസ്ഥകൾ മാറ്റും. പ്രൈസ് ഗാഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങൾ ദൈവവചനത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ വചനം നിങ്ങളുടെ ജീവിതത്തിന്റെ സ്ട്രാറ്റജി, അതായത് നിങ്ങളുടെ അവസ്ഥയെ കംപ്ലീറ്റ് മാറ്റിമറിക്കും. യെസ്, ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾ ഓരോ നാളും നിങ്ങളുടെ ജീവിതത്തിനകത്ത് ദൈവവചനത്തോടുള്ള ബന്ധത്തിൽ കൂടുതൽ സമയം ചെലവഴിക്കുക. വചനം നിങ്ങളുടെ ജീവിതത്തെ പൂർണ്ണമായി പണിതെടുക്കും, നിങ്ങളെ ഒരു അനുഗ്രഹമാക്കി തീർക്കും. യെസ്, വചനം നിങ്ങളെ ഒരു അനുഗ്രഹമാക്കി തീർക്കും. പ്രൈസ് ഗാഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട, നമുക്ക് കർത്താവ് യേശുക്രിസ്തു ഭൂമി വന്നപ്പോൾ കർത്താവ് പറഞ്ഞൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഞാൻ ന്യായപ്രമാണത്തെ നീക്കാനല്ല വന്നത്, ന്യായപ്രമാണത്തെ നിവർത്തിക്കുവാനായിട്ടാണ് വന്നത്. അത് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ നമ്മൾ ആ വാക്യം കാണുന്നു. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ നമ്മൾ അതിന്റെ 17-ാം വാക്യത്തിലാണ് പറയുന്നത്, ഞാൻ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെ നീക്കേണ്ടതിന് വന്നു എന്ന് നിരൂപിക്കരുത്, നീക്കുവാനല്ല നിവർത്തിപ്പാനത്രേ ഞാൻ വന്നത്. അപ്പൊ അവിടെ കർത്താവ് പറയുന്ന ഒരു കാര്യം, ഞാൻ ന്യായപ്രമാണത്തെ നീക്കാനായിട്ടല്ല നിവർത്തിക്കുവാനായിട്ടാണ്. അപ്പൊ ന്യായപ്രമാണം ദൈവജനത്തിന് നൽകിയപ്പോൾ, സീനായ് മലയിൽ വെച്ച് ദൈവജനത്തിന് നൽകിയപ്പോൾ ന്യായപ്രമാണത്തിലൂടെ അവരെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്വത്തിലേക്ക് നയിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പൊ ആ ഒരു വളരെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വത്തിലേക്ക് അവരെ കൊണ്ടുവരുമ്പോൾ നിങ്ങളിത് ചെയ്യണം, ഇത് ചെയ്യുന്നവൻ ഇതിലാ ജീവിക്കും എന്നാണ് നമ്മൾ വചനത്തെ കാണുന്നത്, അല്ലേ? നമുക്ക് റോമാലേഖനത്തിൽ നമ്മൾ അത് 10-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് വളരെ വ്യക്തമായിട്ട്. റോമാലേഖനം അതിന്റെ 10-ാം അധ്യായത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, അത് ചെയ്യുന്നവൻ, അതിന്റെ 5-ാം വാക്യം, ന്യായപ്രമാണത്തിലുള്ള നീതി സംബന്ധിച്ച് അത് ചെയ്യുന്നവൻ മനുഷ്യൻ അതിനാൽ ജീവിക്കും. അപ്പൊ അത് ചെയ്യുന്നവൻ അതിനാൽ ജീവിക്കും. ന്യായപ്രമാണത്തിന്റെ കാതൽ എന്തായിരുന്നു? അത് ചെയ്യണം, അത് ചെയ്ത് ജീവൻ പ്രാപിക്കും. അതായിരുന്നു ന്യായപ്രമാണത്തിന്റെ അടിസ്ഥാനം. അപ്പൊ ന്യായപ്രമാണത്തില് ഉദ്ദേശിക്കുന്ന ഒരു കാര്യം ഇതാണ്, അത് ചെയ്യണം, അതിനാൽ ജീവിക്കണം. അപ്പൊ അത് ചെയ്ത് അതിനാൽ ജീവിക്കണം എന്ന് പറയുന്ന ന്യായപ്രമാണത്തെ ഇവിടെ പറയുന്നത് യേശു പറയുകയാണ്, ഞാൻ വന്നത് അത് എടുത്തു കളയാനല്ല. അപ്പോൾ യേശുക്രിസ്തു ശബ്ബത്തിൽ രോഗികളെ സൗഖ്യമാക്കി, പാപിയായ സ്ത്രീയോട് കർത്താവ് ക്ഷമിച്ചു, അല്ലേ? പാപികളോടും ചുങ്കക്കാരുടെയും കൂടെ യേശു നടന്നു. ഇതൊക്കെ യേശു ചെയ്തപ്പോൾ അവിടെ പറയുന്ന ഒരു കാര്യം, ഞാൻ വന്നത് ന്യായപ്രമാണത്തെ അങ്ങ് ഇല്ലാതാക്കാനായിട്ടല്ല, ന്യായപ്രമാണത്തെ നിവർത്തിക്കാനായിട്ട്. അതായത് ന്യായപ്രമാണം എന്തു പറയുന്നു, ന്യായപ്രമാണം എന്തു പറയുന്നു അത് ചെയ്യാനായിട്ടല്ല, ന്യായപ്രമാണം എന്തുദ്ദേശിക്കുന്നു അത് ചെയ്തെടുക്കാനായിട്ട്. പ്രൈസ് ഗാഡ്. എന്നൊക്കെ ഞാൻ പറഞ്ഞത് മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് വിശ്വസിക്കുന്നു. അതായത് ന്യായപ്രമാണം എന്തൊക്കെ നിങ്ങളോട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നു അത് മുഴുവൻ ചെയ്തു തീർക്കാനായിട്ടല്ല ഞാൻ വന്നത്, പക്ഷെ ന്യായപ്രമാണം തന്നതിലൂടെ അതിലൂടെ എന്താണ് ഉദ്ദേശിച്ചത് അത് ചെയ്തെടുക്കാനായിട്ട് ഞാൻ വന്നത്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അപ്പൊ ഈ ന്യായപ്രമാണത്തിന്റെ കാതൽ എന്ന് പറയുന്നത്, ന്യായപ്രമാണത്തിന്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് നഷ്ടപ്പെട്ടു പോയ മനുഷ്യനും ദൈവം നമ്മുടെ ബന്ധത്തെ റിസ്റ്റോർ ചെയ്യുന്നത്. ദൈവകൃപയിൽ നിന്ന് മനുഷ്യൻ അകന്നുപോയി, ദൈവകൃപയിൽ നിന്ന് മനുഷ്യൻ വീണുപോയി. അങ്ങനെ ദൈവകൃപയിൽ നിന്ന് ദൈവമഹത്വത്തിൽ നിന്ന് വീണുപോയ മനുഷ്യനെ ആ ദൈവകൃപയിലേക്ക് വീണ്ടും കൊണ്ടുവരാനായിട്ട്, ദൈവങ്ങളുടെ ബന്ധത്തിലേക്ക് വീണ്ടും കൊണ്ടുവരാനായിട്ട് ദൈവം നൽകിയതാണ് ന്യായപ്രമാണം. അപ്പൊ ആ ന്യായപ്രമാണത്തിലൂടെ കർത്താവ് ചെയ്ത ഒരു കാര്യം, ന്യായപ്രമാണത്തെ നീക്കാനല്ല. നിങ്ങൾക്ക് എന്തുമാകാം, ശബത്തിൽ ദൈവത്തെ ആരാധിക്കേണ്ട, ശബത്ത് എന്ന് പറയുന്ന ദിവസം അവിടെ കൊടുത്തു. അപ്പൊ ഇവിടെ കർത്താവ് നിങ്ങൾ ശബത്തിൽ മാത്രം കർത്താവിന് വേണ്ടി ഇരിക്കാനല്ല, നിങ്ങൾ എല്ലാ ദിവസവും കർത്താവിനോട് ആയിത്തീരാനായിട്ട്.
ഈ ഭൂമിയിൽ ദീർഘായുസോടിരിക്കാനായിട്ട് അമ്മയപ്പനെ ബഹുമാനിക്കാനായിട്ട് നിത്യജീവന് നിങ്ങൾ അവകാശികളായിരുന്നു. ദൈവമായ കർത്താവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് പറയുമ്പോൾ അതെല്ലാം തെറ്റിച്ച് കളയാനല്ല. കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, മോഹിക്കരുത് എന്നിവയുള്ള കൽപ്പനകളെ എടുത്തു മാറ്റിയിട്ട് ആ കൽപ്പനകൾ ഒന്നുമില്ലാത്തൊരു ജീവിത വ്യവസ്ഥയല്ല കർത്താവ് കൊണ്ടുവരുന്നത്. ആ കൽപ്പനകളിലൂടെ, ആ കൽപ്പന അനുസരിക്കുന്നതിലൂടെ എന്താണ് സംഭവിക്കേണ്ടത്? ആ കൽപ്പന അനുസരിക്കുന്നതിലൂടെ വചനം പറയുന്നത് എന്റെ വചനം അനുസരിക്കുന്നവൻ എന്മൂലം ജീവിക്കും. ഇവിടെ ഈ ന്യായപ്രമാണം ചെയ്യുന്നവൻ അതുമൂലം ജീവിക്കും. അപ്പോ ഈ ന്യായപ്രമാണം നൽകിയതിന്റെ ഉദ്ദേശം ജീവനായി നൽകിയ ന്യായപ്രമാണം. അതാണ് നമ്മൾ ഗലാത്യ ലേഖനത്തിൽ നമ്മൾ അതിന്റെ 3-ാം അധ്യായത്തിൽ അതിന്റെ 21-ാം വാക്യം, ജീവിപ്പിപ്പാൻ കഴിയുന്ന ഒരു ന്യായപ്രമാണം നൽകിയിരുന്നുവെങ്കിൽ ന്യായപ്രമാണം വാസ്തവമായ നീതിക്ക് ആധാരമായിരുന്നു. റോമാലേഖനം 7-ാം അധ്യായത്തിൽ നമ്മളത് കാണുന്നു. റോമാലേഖനം അതിന്റെ 7-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിൽ നമ്മളത് ഇങ്ങനെ കാണുന്നു, ഇങ്ങനെ ജീവനായി ലഭിച്ചിരുന്ന കൽപ്പന എനിക്ക് മരണഹേതുവായി തീർന്നു. അപ്പൊ അവിടെ പറയുന്നത് കൽപ്പന നൽകിയത് ജീവനായിട്ട്, ജീവിക്കാനായിട്ട്. കൽപ്പന നൽകിയതിന് ഉദ്ദേശം ജീവനായിട്ട്. അപ്പൊ ജീവനായി ജീവിപ്പിക്കാനായിട്ട് നൽകിയ പ്രമാണം. അപ്പൊ ഈ ന്യായപ്രമാണത്തിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് മനുഷ്യൻ ജീവൻ പ്രാപിക്കുക എന്നതാണ്. അപ്പൊ എന്തിനാണ് ജീവൻ പ്രാപിക്കുക എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാട് അവിടെ കൊണ്ടുവരുന്നത്? കാരണം ആദാമിനോട് കർത്താവ് പറഞ്ഞൊരു കാര്യം ഇതാണ്, ഈ പഴം തിന്നുന്ന നാളിൽ മരിക്കും. അപ്പൊ ആ നാളിൽ ഉണ്ടാകുന്ന ഡെത്ത്, ആ ന്യായപ്രമാണം അതായത് ആ പഴം തിന്നുന്ന നാളിൽ മരിക്കും എന്ന് പറയുന്ന ആ വ്യവസ്ഥയെ ലംഘിച്ചപ്പോ, ആ കൽപ്പനയെ അനുസരണക്കേടിലൂടെ തെറ്റിച്ചപ്പോ മാനവജാതിയിൽ വന്ന മരണമാകുന്ന ഇരുട്ടിനെ മാറ്റി ജീവനാകുന്ന വെളിച്ചത്തെ വെക്കാനായിട്ടാണ് യേശു വന്നത്. അതാണ് യേശുവിന്റെ പറഞ്ഞത്. അതിനുവേണ്ടിയാണ് യേശു വന്നത്. അപ്പൊ ഈ ന്യായപ്രമാണം എന്ന് പറയുന്നത്, ന്യായപ്രമാണത്തെ ദൈവം നൽകിയത് ജീവിപ്പിക്കാൻ, ജീവൻ നൽകാൻ. അപ്പൊ ജീവൻ നൽകാനായിട്ട് നൽകിയ പ്രമാണം, ജീവനായിട്ട് നൽകിയ പ്രമാണം. അപ്പൊ ന്യായപ്രമാണത്തെ കർത്താവ് പറയുന്നത്, ഞാൻ വന്നത് ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കുവാനല്ല, നിവർത്തിപ്പാനത്ര. അപ്പോ ന്യായപ്രമാണം എന്ന് പറയുന്നത് നിങ്ങൾ ഇത് ചെയ്യണം, ചെയ്യരുത് എന്ന് പറയുന്ന കൽപ്പനകൾ. പ്രവചനം എന്താ പറഞ്ഞത്? വരുവാനുള്ള രക്ഷയെ കുറിച്ച് പറഞ്ഞു, വരുവാനുള്ള നശികയെ കുറിച്ച് പറഞ്ഞു, വരുവാനുള്ള ജീവനെ കുറിച്ച് പറഞ്ഞു. അപ്പൊ നമുക്ക് 2 കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഒന്ന്, ന്യായപ്രമാണത്തിൽ കൂടെ പറഞ്ഞു നിങ്ങൾ ഇത് ചെയ്താൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകും, ജീവൻ പ്രാപിക്കാം, ചെയ്താൽ ജീവൻ പ്രാപിക്കാം. എന്നാൽ പ്രവാചകന്മാർ പറഞ്ഞു നിങ്ങളുടെ ജീവൻ, നിങ്ങൾക്ക് വാഗ്ദത്തം ചെയ്ത ജീവൻ വരുന്നുണ്ട്, നിങ്ങൾക്ക് വേണ്ടിയുള്ളൊരു അത്ഭുതം വരുന്നുണ്ട്, നിങ്ങൾക്ക് വേണ്ടിയുള്ള മശിക വരുന്നുണ്ട്, നിങ്ങൾക്ക് നിത്യജീവൻ വരുന്നുണ്ട്, നിങ്ങളുടെ സൗഖ്യം വരുന്നുണ്ട്, നിങ്ങളുടെ അത്ഭുതം വരുന്നുണ്ട്. ഇതായിരുന്നു പ്രവാചകന്മാർ പറഞ്ഞത്. അപ്പൊ യേശു പറയുന്നത്, ഞാൻ വരാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് പറയാനോ അത് വരത്തില്ല എന്ന് ആക്കി തീർക്കാനല്ല ഞാൻ വന്നത്. ഞാൻ വന്നത് ന്യായപ്രമാണത്തെയും പ്രവാചകന്മാരെയും നിവർത്തിക്കേണ്ടതിന് അതിനുവേണ്ടി ഞാൻ വന്നത്. അപ്പൊ അവിടെ നിവർത്തിയാവുക, നിവർത്തിക്കപ്പെടുന്ന ഒരവസ്ഥ അവിടെ കാണുന്നത്. ഇപ്പൊ യേശുക്രിസ്തുവിലൂടെ ന്യായപ്രമാണമോ പ്രവാചകന്മാരെയോ അവരുടെ വില കളയുകയല്ല സംഭവിച്ചത്. ന്യായപ്രമാണവും പ്രവാചകന്മാരും എന്തുദ്ദേശിച്ചോ അതിനെ നിവർത്തിക്കാനായിട്ടാണ്. നമുക്കവിടെ ഈ ന്യായപ്രമാണം ഒരു കാര്യം അനുഷ്ഠിക്കാനായിട്ട് വന്നു. എന്താണ് പറഞ്ഞത്? ന്യായപ്രമാണം പറഞ്ഞൊരു കാര്യം തന്നെ, ഇത് ചെയ്യണം, ചെയ്യുന്നവൻ ഇതുപോലെ ജീവിക്കും. ഇതാണ് ന്യായപ്രമാണം തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരുന്നത്. ന്യായപ്രമാണം ഇത് ചെയ്യണമെന്ന് കൽപ്പന അവർക്ക് കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ, ഇത് ചെയ്തേ പറ്റൂ എന്ന നിർബന്ധത്താലുള്ള കൽപ്പന അവർക്ക് നൽകിക്കൊണ്ടിരുന്നപ്പോൾ നമുക്കറിയാം, നമുക്ക് ദൈവജനത്തിൽ കാണാൻ കഴിയുന്നത് പ്രവാചകന്മാർ എന്ത് ചെയ്തു? ന്യായപ്രമാണം തെറ്റിച്ചുപോയ, ന്യായപ്രമാണത്തെ അനുസരിക്കാതിരുന്ന ജനത്തെ ദൈവത്തോട് അടുത്തു കൊണ്ടുവരുന്ന പണി പലപ്പോഴും ശക്തമായി പ്രവചിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇതുകൊണ്ട് ദൈവം നിങ്ങളെ ശിക്ഷിക്കും, നശിപ്പിക്കും എന്നൊക്കെ ന്യായപ്രമാണത്തെ ലംഘിച്ച ജനത്തോട് പ്രവചിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. എന്നാൽ അതേ സമയത്ത് തന്നെ ന്യായപ്രമാണത്തെ അനുസരിക്കാൻ കഴിയാതെ ബലഹീനമായി പോയ മനുഷ്യരോട് നിങ്ങൾക്കൊരു പ്രത്യാശയോട് മശിയ വരുന്നുണ്ടെന്നുള്ള ദൂതും പ്രവാചകന്മാർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ന്യായപ്രമാണം നിങ്ങൾ ചെയ്യണമെന്ന് നിർബന്ധിച്ചപ്പോൾ ചെയ്യാൻ കഴിയാത്ത നിങ്ങൾക്ക് പ്രത്യാശയുടെ ദൂത് തരുന്നതായിരുന്നു പ്രവചനം. അപ്പൊ ഇത് ന്യായപ്രമാണവും പ്രവാചകന്മാരും എല്ലാം യേശുക്രിസ്തു പറയുകയാണ്, ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെ ഞാൻ നീക്കേണ്ടതിന് വന്നതല്ല, ഞാൻ നിവർത്തിക്കാനായിട്ട് വന്നതാണ്. ഞാൻ വന്നത് നോട്ട് ടു കണ്ടം അല്ലെങ്കിൽ ഞാനതിനെ എടുത്തു കളയാൻ വന്നതല്ല. ഐ എം ഹിയർ ടു ഫുൾഫിൽ ദ ലോ.
ആൻഡ് പ്രോഫസീസ്. അപ്പൊ യേശുക്രിസ്തുവിൽ എന്താണ് സംഭവിച്ചത്? സകല ന്യായപ്രമാണത്തിന്റെ പ്രവചനത്തിന്റെ നിവൃത്തി. അത് നമ്മൾ ഈ മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായത്തില് 36 മുതലുള്ള വാക്യം, ഗുരു ന്യായപ്രമാണത്തിൽ ഏത് കൽപ്പന വലിയത് എന്ന് ചോദിച്ചു. 37-ാം വാക്യം, യേശു അവനോട്, നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം. ഇതാകുന്നു വലിയതും ഒന്നാമത്തേതുമായ കൽപ്പന. രണ്ടാമത്തേത് അതിനോട് സമം, കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ഈ 2 കൽപ്പനകൾ സകല ന്യായപ്രമാണവും പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നു. അപ്പൊ ഈ കൽപ്പനകൾക്കകത്ത് ദൈവത്തെ സ്നേഹിക്കണം, കൂട്ടുകാരനെ സ്നേഹിക്കണം, ഈ 2 കൽപ്പനകളകത്ത് സകല ന്യായപ്രമാണവും പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നു. അപ്പൊ ഈ ന്യായപ്രമാണത്തെ പ്രവാചകന്മാരെ നീക്കേണ്ടതിനല്ല ഞാൻ വന്നത്, നിവർത്തിക്കാനാണ് വന്നത് എന്ന് പറയുമ്പോൾ ഇവിടെ കർത്താവ് പറയുന്നത്, ഞാൻ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ ചില പ്രവൃത്തികളിൽ ഒതുക്കാനായിട്ടല്ല ഞാൻ വന്നത്. കർത്താവ് പറയുകയാണ്, ദൈവത്തെ സ്നേഹിക്കണം, കൂട്ടുകാരൻ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ഈ 2 കൽപ്പനകൾ സകല ന്യായപ്രമാണവും പ്രവാചകന്മാരും അടങ്ങിയിരിക്കും. അതായത് ഈ ന്യായപ്രമാണത്തിനകത്ത് കൊടുത്തിരിക്കുന്ന കൽപ്പനകളെ മുഴുവൻ, ഹല്ലേലൂയ, നിങ്ങൾക്ക് അനുസരിക്കാൻ സാധിക്കും സ്നേഹം എന്ന കാര്യത്തിലേക്ക് നിങ്ങൾ വരുമ്പോൾ. ഹല്ലേലൂയ, പ്രവചനത്തിന്റെ മുഴുവൻ നിവൃത്തി നിങ്ങൾക്ക് കാണാൻ സാധിക്കും ദൈവത്തെ സ്നേഹമായിട്ട് കാണുമ്പോൾ. അപ്പൊ ഈ ന്യായപ്രമാണത്തില് പറഞ്ഞിരിക്കുന്ന കൽപ്പനകളും പ്രവചനത്തിൽ പറയുന്ന വരാൻ പോകുന്ന അല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്ന വിഷയങ്ങളും വരാനിരിക്കുന്ന കാര്യങ്ങളും പ്രവചനവും അല്ലെങ്കിൽ ചെയ്യേണ്ടതായ കാര്യങ്ങൾ, ഇത് 2നെയും നിങ്ങൾ കാണുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു ബോധ്യം ഉണ്ടാവേണ്ടതുണ്ട്. ഇത് സ്നേഹമാകുന്ന ദൈവത്തെ തിരിച്ചറിയുന്ന ഒരുവനിൽ ഇതിന് മുഴുവൻ നിവൃത്തി വന്നു കഴിഞ്ഞു. അതായത് കൽപ്പനകളെ ദൈവം തന്നപ്പോൾ ഇത് ചെയ്യണം, ഇത് ചെയ്യണം, ഇത് ചെയ്യണമെന്ന് നിങ്ങളോട് പറഞ്ഞപ്പോൾ നിങ്ങളുടെ ന്യായപ്രമാണത്തിൽ മാത്രം ഒതുക്കി നിർത്തിയില്ലത്. ഇത് നിങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഒരു പ്രവചനം കൂടെ നിങ്ങൾക്ക് തന്നു. എന്ത് പ്രവചനമാ? നിങ്ങളുടെ അകൃത്യങ്ങളൊക്കെയും അവന്റെ മേൽ ചുമത്തി, നിങ്ങളുടെ അതിക്രമങ്ങളൊക്കെയും അവന്റെ മേൽ ചുമത്തി. ആമേൻ. ഒരു മശിക വരുന്നുണ്ട്. എന്താണ് പ്രവചനം പറഞ്ഞത്? ദാവീദിന്റെ കുറ്റിയിൽ നിന്ന് ദാവീദിന്റെ വേരും സന്തതിയുമായവൻ വരുന്നുണ്ട്. ഈശായുടെ കുറ്റിയിൽ നിന്നൊരു മുള പൊട്ടി പുറപ്പെടും. അപ്പൊ അവിടെ കർത്താവ് നമുക്കൊരു ശിശു നൽകപ്പെട്ടിരിക്കുന്നു. നമുക്കൊരു ശിശു നൽകപ്പെട്ടിരിക്കുന്നു. അപ്പൊ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ന്യായപ്രമാണത്തെ നിങ്ങൾ ചെയ്യണം, ചെയ്താൽ മാത്രമേ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയൂ എന്ന് പറഞ്ഞ ന്യായപ്രമാണത്തിൽ ഒരു പ്രവചനവും കൂടെ ഉണ്ട്. എന്താണ്? നിങ്ങൾക്ക് ഈ ന്യായപ്രമാണം ചെയ്ത് നിങ്ങൾക്ക് പ്രാപിക്കാൻ കഴിയാത്തതിനെ നിവർത്തിക്കുന്ന ഒരു മഷിയ വരുന്നുണ്ട്. മഷിയ ഓൺ യുവർ വേ, അവൻ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ന്യായപ്രമാണത്തിന്റെ ശക്തമായ താക്കീത് നൽകുന്ന ദൂതുകൾ, ന്യായപ്രമാണത്തെ അനുസരിച്ചില്ലെങ്കിൽ കൊന്നുകളയും, ശിക്ഷിക്കും, ജനത്തിനിടയിൽ നിന്ന് ഛേദിച്ചു കളയണം, ശപിക്കപ്പെട്ടവൻ തുടങ്ങിയ വാക്കുകൾ ആവർത്തന പുസ്തകത്തിലും ലേവ്യ പുസ്തകത്തിലും പുറപ്പാട് പുസ്തകത്തിലും ഒക്കെ നമ്മൾ വായിക്കുമ്പോൾ ഇവിടെ അടുത്തൊരു ഹോപ്പ് നൽകുന്ന ഒരു കാര്യമുണ്ട്. ഈ ന്യായപ്രമാണത്തിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്തില്ലെങ്കിലും ആമേൻ, നിങ്ങൾ ചെയ്യാൻ സാധിക്കാതെ വരുമ്പോൾ അതിനെ നിവർത്തിക്കുന്നവരും വരുന്നുണ്ട് എന്നൊരു പ്രവചനം അവിടെ കിടപ്പുണ്ട്. അതായത് ആമേൻ, നിങ്ങളിപ്പോൾ കാണുന്ന സ്നേഹത്തിന്റെ ഒരു വശം ശിക്ഷിക്കുന്ന ദൈവം, നിങ്ങളെ വളരെ ശക്തമായിട്ട് നിങ്ങളെ ഡിസിപ്ലിൻ ചെയ്യുന്ന ദൈവത്തെക്കുറിച്ച് ദൈവത്തിന്റെ ഒരു ഭാഗം നിങ്ങൾ കണ്ടിട്ടു. എന്നാൽ നിങ്ങളെ ഒരുക്കി നിങ്ങൾക്ക് വേണ്ടുന്നത് മുഴുവൻ നൽകുന്ന, നിങ്ങളെ ആഴമായി സ്നേഹിക്കുന്ന ഒരു ദൈവം സ്വന്തം പുത്രനിലൂടെ നിങ്ങളെ വീണ്ടെടുക്കുന്ന ഒരു പ്രവചനം കൂടെ അതിന്റെ കൂടെ ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം യേശുവിന്റെ ജനനം മുതൽ മരണം വരെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ എടുത്തു നോക്കിക്കേ, അല്ല പെന്തക്കോസ് വരെയുള്ള കാര്യങ്ങൾ നിങ്ങൾ എടുത്തു നോക്കിക്കേ, ഇതെല്ലാം പ്രവചനത്തിന്റെ നിവൃത്തിയാണ്. യേശുവിന്റെ ജനനം, ബെത്ലഹേമിലെ ജനനം, നസറേത്തുകാരനായി മാറിയത്, അതുപോലെ തന്നെ ഓരോ കാര്യം യേശുവിന്റെ ശുശ്രൂഷയുടെ ഓരോ കാര്യം, ജനനമാകട്ടെ, യേശു ക്രിസ്തുവിന്റെ ശുശ്രൂഷ കാലത്ത് നടന്നതാകട്ടെ, യേശുവിന്റെ മരണമാകട്ടെ, യേശുവിനെ കള്ളന്മാരുടെ നടുവിൽ ഘോഷിച്ചതാകട്ടെ, അവന്റെ വസ്ത്രം പങ്കിട്ടതാകട്ടെ, എല്ലാം സകലതും പ്രവചനത്തിന് നിവൃത്തിയാണ്. അപ്പം ഈ കൽപ്പനകളെ നൽകിയ ദൈവം നിങ്ങളിത് ചെയ്തേ പറ്റൂ എന്ന വളരെ ശക്തമായ കൽപ്പനകൾ നൽകിയ ദൈവം ആ കൽപ്പനയോട് ചേർന്ന് തന്നെ നൽകി, നിങ്ങൾക്ക് ഈ കൽപ്പന ഘനമുള്ളതാണെങ്കിൽ ഇതിനെ ലഘുവാക്കുന്ന ഒരു ദൂത് എനിക്കുണ്ട്, നിങ്ങൾക്ക് വേണ്ടി നിവർത്തിക്കുന്ന ഒരു മഷിക വരുന്നുണ്ട്, ഇതിനെ ചെയ്തു പൂർത്തിയാക്കുന്ന ഒരു മഷിക വരുന്നുണ്ട്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങൾ കടന്നു പോകുന്ന സാഹചര്യം എന്തുമാട്ടെ,
നിങ്ങൾ ഗോ ത്രൂ ചെയ്യുന്ന സിറ്റുവേഷൻ എന്തുമാകട്ടെ, നിങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്തതിനെ ചെയ്യുന്ന ഒരു മശിഹ, ഹല്ലേലൂയ, ആമേൻ, അവൻ നിങ്ങളുടെ കൂടെ ഉണ്ട്. അതായത് മശിഹ അഥവാ ക്രിസ്തു എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം അഭിഷിക്തൻ. ഇപ്പൊ പരിശുദ്ധാത്മാവിൽ യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നപ്പോൾ യേശുക്രിസ്തുവിനെ നമുക്ക് വളരെ അടുത്ത് അറിയുമ്പോൾ നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, യേശു ജനിച്ചത് ആത്മാവില്ല. ലൂക്കോസിന്റെ സുവിശേഷം 1:35 വാക്യം അല്ലെ, ആത്മാവ് മറിയോട് പറഞ്ഞ കാര്യം, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. ലൂക്കോസിന്റെ സുവിശേഷം 1:35 വാക്യം. ലൂക്കോസിന്റെ സുവിശേഷം 4:1 വാക്യം, അവൻ ആത്മാവ് നിറഞ്ഞവനായി. ലൂക്കോസിന്റെ സുവിശേഷം 4 അതിന്റെ 14 വാക്യം, യേശു ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയിലേക്ക് പുറപ്പെട്ടു. അപ്പൊ ഇവിടെ ആത്മാവിൽ ജനിച്ചു, ആത്മാവിൽ നിറഞ്ഞു, ആത്മാവിന്റെ ശക്തിയോടെ. അപ്പൊ യേശുക്രിസ്തുവിനെ കുറിച്ച് നമ്മൾ അങ്ങനെ കാണുമ്പോൾ യേശുവിന്റെ ശുശ്രൂഷയുടെ ശക്തി എല്ലാം പരിശുദ്ധാത്മാവ് നമ്മളെ തുടർന്നാൽ എല്ലായിടത്തും അത് കാണുന്നു. യേശുവിനെ മരണത്തിലേക്ക് നിത്യാത്മാവിനെ തന്നെ പിതാവിനെ ഏൽപ്പിച്ചു കൊടുത്തത്. അതാണ് നമ്മൾ അവിടെ കാണുന്നത്. അപ്പോൾ നിത്യാത്മാവിനാണ് യേശു ക്രൂശിൽ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നത്. റോമാലേഖനം 8-ാം 11 വാക്യത്തിൽ പറയുന്നത് യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ്. അപ്പൊ യേശുവിന്റെ പുനരുത്ഥാനം എങ്ങനെയാണ്? ആത്മാവില്ല. അപ്പം യേശുവിന്റെ ജനനമാകട്ടെ, യേശുവിന്റെ ശുശ്രൂഷയാകട്ടെ, യേശുവിന്റെ ക്രൂശുമരണമാകട്ടെ, യേശുവിന്റെ പുനരുത്ഥാനമാകട്ടെ, സകലതും പരിശുദ്ധാത്മാവിൽ ബേസ്ഡ് ആണ്. അപ്പോ പറഞ്ഞ ദൂത് എന്താണ്? നിങ്ങൾക്ക് ജഡപ്രകാരം ഒരിക്കലും ഈ കൽപ്പനകളെ നിവർത്തിക്കാൻ സാധ്യമല്ല. അപ്പോൾ അതുകൊണ്ടാണ് റോമാലേഖനം 8-ാം വാക്യത്തിൽ പറയുന്നത്, ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് സാധിക്കാതെ പോയതിനെ സാധിപ്പിപ്പാൻ പാപജഡത്തിന്റെ സാദൃശ്യത്തിൽ പാപനിമിത്തവും യേശുവിനെ അയച്ച് പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. അപ്പൊ അവിടെ കർത്താവ് പറയുന്ന ഒരു കാര്യം, ന്യായപ്രമാണത്തിന് കഴിയാതെ പോയി. അവര് ട്രൈ ദെയർ ലെവൽ ബെസ്റ്റ്, പക്ഷെ ന്യായപ്രമാണത്തിന് അത് ചെയ്യാൻ കഴിയാതെ, ന്യായപ്രമാണം കൊണ്ട് തന്നെ പൂർത്തീകരിക്കാൻ അവർക്ക് സാധിക്കാതെ. അപ്പൊ ന്യായപ്രമാണം കൊണ്ട് അത് പൂർത്തീകരിക്കാൻ സാധിക്കാതെ പോയവർക്ക്, അവർക്കത് വലിയ പ്രയാസമുള്ള കാര്യമാണ്. അവർക്ക് സാധിക്കാതെ പോയതിനെ സാധിപ്പിപ്പാൻ യേശുവിനെ അയച്ചു. അപ്പൊ അതായിരുന്നു പ്രവചനം, ന്യായപ്രമാണവും പ്രവാചകന്മാരും. ന്യായപ്രമാണം നിങ്ങൾക്ക് ഉത്തരവാദിത്വത്തിന്റെ അങ്ങേയറ്റത്തെ ലയബിലിറ്റി തരുമോ, ഭാരം തരുമോ? പ്രവചനം നിങ്ങൾക്ക് പ്രത്യാശയുടെ അങ്ങേയറ്റത്തെ ഉറപ്പ് തരുന്നത്. അപ്പൊ ഇത് രണ്ടും ഒരുമിച്ചാണ്. അപ്പൊ ഇവിടെ നമുക്ക് ദൈവജനത്തിൽ വളരെ വ്യക്തമായിട്ട് കാണാൻ കഴിയുന്നത്, യേശുക്രിസ്തു ന്യായപ്രമാണത്തെ പ്രവാചകന്മാരെ നീക്കാനല്ല വന്നത്, നിവർത്തിക്കുവാനായിട്ടാണ്. അത് തന്നെയാണ് യേശു സ്നേഹിക്കുന്ന ദൈവത്തെ സ്നേഹിക്കുക, സഹോദരനെ സ്നേഹിക്കുക. അതിനോട് ചേർന്ന് പറയുകയാണ്, സകല ന്യായപ്രമാണവും പ്രവാചകന്മാർ ഇതിലടങ്ങിയിരിക്കുന്നു, സ്നേഹിക്കുക എന്ന് പറയുന്ന കാര്യം. അപ്പൊ അവിടെയാണ് യോഹന്നാന്റെ സുവിശേഷം 3:16 മൂല്യം, അതിന്റെ പ്രധാനപ്പെട്ട കാതൽ നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് തന്റെ ഏകജാതന പുത്രനെ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കാൻ ദൈവം അവനെ നൽകുവാൻ നോക്കണം. ലോകത്തെ സ്നേഹിച്ചു. ആരെയും ഒഴിവാക്കിയിട്ടില്ല. ലോകത്തിലുള്ളവരെ സ്നേഹിച്ചു, എല്ലാവരെയും സ്നേഹിച്ചു. അപ്പൊ യേശുവിനെ ഭൂമിയിലേക്ക് അയച്ചപ്പോൾ പിതാവായ ദൈവം തന്റെ സ്നേഹത്തെ പ്രദർശിപ്പിച്ചു എന്നാണ് നമ്മൾ 1 യോഹന്നാന്റെ ലേഖനത്തിൽ അതിന്റെ 4-ാം അധ്യായത്തിന്റെ 8, 9, 10 വാക്യത്തിലൊക്കെ നമ്മൾ വായിക്കുന്നത്. അപ്പൊ അവിടെ സ്നേഹത്തെ പ്രദർശിപ്പിച്ചു. അപ്പൊ യേശുക്രിസ്തുവിടെ സ്നേഹം വെളിപ്പെട്ടു. അപ്പം സ്നേഹമാണ് എന്ത്? ന്യായപ്രമാണത്തിന്റെ നിവൃത്തി. അപ്പോ ന്യായപ്രമാണം പറഞ്ഞു നിങ്ങൾ ചെയ്യണം, പ്രവാചകന്മാർ പറഞ്ഞു ഇല്ല, അതിന്റെ നിവൃത്തി വരുന്നുണ്ട്. അപ്പൊ യേശുക്രിസ്തുവിനോട് എന്ത് സംഭവിച്ചു? ന്യായപ്രമാണത്തിന്റെയും പ്രവചനത്തിന്റെയും നിവൃത്തി. ആമേൻ, ഹല്ലേലൂയ. അപ്പൊ അതാണ് നമുക്ക് റോമാലേഖനത്തിൽ അതിന്റെ 10-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം. ഇതാണ് റോമാലേഖനം അതിന്റെ 10-ാം അധ്യായത്തിൽ 4-ാമത്തെ വാക്യം. റോമാലേഖനം 10-ാം അധ്യായത്തിന്റെ 10-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം. 4:10 ഞാൻ പറയുന്നത് അല്ലെ. റോമാലേഖനം 10-ാം അധ്യായത്തിന് 4-ാം വാക്യം, വിശ്വസിക്കുന്ന ഏവനും നീതി ലഭിപ്പാൻ ക്രിസ്തു ന്യായപ്രമാണത്തിന്റെ അവസാനമാകും. അപ്പം ക്രൈസ്റ്റ് ഈസ് ദ എൻഡ് ഓഫ് ദ ലോ. ഈ സ്നേഹം, അതായത് ന്യായപ്രമാണം നീ നിവർത്തിക്കണം എന്ന് പറഞ്ഞ നിങ്ങളെ ഏൽപ്പിച്ചിരുന്ന ഉത്തരവാദിത്തമില്ലേ, ആ ഉത്തരവാദിത്തങ്ങൾ മുഴുവൻ ക്രിസ്തുവിൽ നിവൃത്തിയായി. ഇൻ ക്രൈസ്റ്റ് ഓൾ ദിസ് പ്രോഫസീസ് ആർ ഫുൾഫിൽഡ്. അത് പൂർത്തിയാക്കപ്പെട്ടു. ഇനി അത് അങ്ങോട്ട് നിങ്ങൾ ചെയ്ത് പ്രസാദിപ്പിക്കാനായിട്ട് ഒരു എഫേർട്ട് നിങ്ങളുടെ ഭാഗത്തുണ്ടാകണം. നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ മതി, ന്യായപ്രമാണം നിവൃത്തിയായി എന്ന് വിശ്വസിച്ചാൽ മതി. അതായത് പ്രവചനം നിവൃത്തിയായി എന്ന് വിശ്വസിക്കും.
എന്താണ് പ്രവചനം? ഹല്ലേലൂയ, ആമേൻ. നിങ്ങളുടെ രക്ഷ വരുന്നുണ്ട്, നിങ്ങളുടെ വിടുതൽ വരുന്നുണ്ട്, നിങ്ങളുടെ അകൃത്യങ്ങൾ അവന്റെ മേൽ ചുമത്തി, അവന്റെ അടിപ്പിണറുകളാൽ സൗഖ്യം വന്നിരിക്കുന്നു, അവൻ നിങ്ങളുടെ പാപങ്ങളെ കണക്കിടാതെ വിട്ടു, അവൻ നിങ്ങളുടെ ലംഘനങ്ങളെ കണക്കിടാതെ വിട്ടു. ഈ പ്രവചനം, ബിലീവ് ഇൻ ദിസ് പ്രോഫസീസ്. ന്യായപ്രമാണം നീ ചെയ്യണമെന്ന് പറയുമ്പോൾ പ്രവചനം പറഞ്ഞു, ഞാൻ ചെയ്യുന്നവൻ വരുന്നുണ്ട്. അതാണ് ന്യായപ്രമാണത്തിൽ, പ്രവചനത്തിൽ നടന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, നിങ്ങളുടെ ജീവിതത്തിന്റെ സാഹചര്യം, നിങ്ങൾ പോകുന്ന സാഹചര്യം എന്തുമാകട്ടെ, നിങ്ങളായിരിക്കുന്ന അവസ്ഥ എന്തുമാകട്ടെ, ഹല്ലേലൂയ, നിങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്തതിനെ മുഴുവൻ നിവർത്തിക്കാനായിട്ട് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ അകത്ത് വസിക്കുന്നു. അതായത് ന്യായപ്രമാണത്തിന്റെ മുഴുവൻ നിവർത്തിയും യേശുവിന്റെ ശരീരത്തിൽ വസിച്ച ക്രിസ്തുവിന്റെ ആത്മാവ് നിവർത്തിച്ചെങ്കിൽ, ന്യായപ്രമാണത്തിന്റെ പ്രവചനത്തിന്റെ മുഴുവൻ നിവർത്തി യേശുവിൽ വസിച്ച പരിശുദ്ധാത്മാവ് നിവർത്തിച്ചെങ്കിൽ, ജനനം മുതൽ മരണം വരെ, പുനരുത്ഥാനം വരെ യേശുവിൽ വസിച്ച്, അതായത് പിതാവിന്റെ സന്നിധിയിൽ എടുക്കപ്പെടുന്നത് വരെ പരിശുദ്ധാത്മാവിനാൽ യേശുവിൽ നിവർത്തിച്ചുവെങ്കിൽ, ഞാൻ പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഹല്ലേലൂയ, നിങ്ങളെക്കുറിച്ചുള്ള സകല പ്രവചനങ്ങളും പരിശുദ്ധാത്മാവിൽ നിവർത്തിയാവും. യെസ്, ആത്മാവ് നിങ്ങളുടെ ജീവിതത്തിന്റെ പ്രവചനത്തിന് നിവൃത്തിയാവും. നിങ്ങളുടെ ജീവിതത്തിന്റെ സകല അവസ്ഥകളുടെ നിവർത്തി പരിശുദ്ധാത്മാവ്. യെസ്. അതുകൊണ്ട് നിങ്ങളുടെ സാഹചര്യങ്ങളും ചുറ്റുപാടുകളെയും കണ്ട് നിങ്ങൾ വേവലാതിപ്പെടരുത്. നിങ്ങളുടെ സാഹചര്യങ്ങളും ചുറ്റുപാടുകളും കണ്ട് നിങ്ങൾ തളർന്നു പോകരുത്. നിങ്ങളുടെ അകത്തൊരു ദർശനം ദൈവം തന്നിട്ടുണ്ട്. അതിനെ പരിശുദ്ധാത്മാവ് നിവർത്തിക്കും. പരിശുദ്ധാത്മാവ് നിവർത്തിക്കും. ഹല്ലേലൂയ. യേശുക്രിസ്തുവിന്റെ മരണത്തെക്കുറിച്ച് നമ്മൾ കാണുമ്പോൾ പലപ്പോഴും യേശുവിനെ അവർ തള്ളിയിട്ടു, മലയുടെ തള്ളിയിടാൻ നോക്കി, അതിനെ പിടിക്കാൻ നോക്കി എന്നൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ അവരുടെ കയ്യിൽ നിന്നൊക്കെ കർത്താവ് അവരിൽ കൂടെ കടന്നുപോയി നാം കാണുന്നത്. പക്ഷെ നമുക്ക് കാണാം, യേശുക്രിസ്തുവിനെ 2 കള്ളന്മാരുടെ നടുവിൽ അവനെ ക്രൂശിച്ചു. അപ്പം അധർമ്മികളുടെ കൂടെ അവനെ എണ്ണപ്പെടേണ്ടിയിരുന്നു, അല്ലെ? അതായിരുന്നു അവനെക്കുറിച്ചുള്ള ദൂത്. അവന്റെ വസ്ത്രം പകുത്തെടുത്ത്, അതൊരു ദൂത് വേണം. അതൊക്കെ അങ്ങനെയാ പറഞ്ഞിരുന്നത്. എന്താണോ പ്രവചനം പറഞ്ഞിരുന്നത് അത് നിവൃത്തിയാകത്തക്കവണ്ണം അവനെ ക്രൂശിച്ചു. അപ്പോ അതിനു മുമ്പുണ്ടായിരുന്ന ജീവിതയാത്രയിലെല്ലാം നോക്കിയാൽ പകവട്ടവും മരണത്തിനടുത്തുന്ന പോലെ ഇവർ കൊല്ലാനായിട്ട് ശ്രമിച്ചത് യേശു. പക്ഷെ ഈ പ്രവചന നിവൃത്തി വേണ്ടേ? അധർമ്മികളുടെ കൂടെ എണ്ണപ്പെടണം. അതുപോലെ തന്നെ അവന്റെ വസ്ത്രം ചീട്ടിടണം. ഇത് പ്രവചനമുള്ളത്. അവനെ കാണിച്ചു കൊടുക്കുന്നതിനെ കുറിച്ച് ഒരു പ്രവചനമുണ്ട്. അപ്പൊ ഇതെല്ലാം നിവൃത്തിയാകണം. അപ്പൊ ആ നിവൃത്തി മുഴുവൻ ആടുകളെ, ഇടയനെ വിട്ടും ആടുകൾ ചെതിരിപ്പോ, ഈ പ്രവചനമെല്ലാം നിവൃത്തിയാകട്ടെ. അപ്പൊ അവിടെ പരിശുദ്ധാത്മാവ് യേശുവിൽ വസിച്ചിട്ട് ഈ പ്രവചനം മുഴുവൻ നിവൃത്തിയാക്കിയത് നിങ്ങൾക്കും എനിക്കും വേണ്ടിയിട്ടാണ്. അപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കടന്നു പോകുന്ന സാഹചര്യങ്ങളെ നിങ്ങൾ വലുതായിട്ട് കാണരുത്. അതിനെ വലുതായിട്ട് കാണരുത്. നിങ്ങളിൽ ക്രിസ്തുവിനുള്ള ബോധ്യം നിങ്ങളുടെ അകത്തുണ്ടോ? നിങ്ങളുടെ അവസ്ഥ മാറ്റാൻ കഴിയും. നിശ്ചയമായിട്ട് കഴിയും. അപ്പൊ ന്യായപ്രമാണത്തിന്റെ നിവൃത്തി എന്ന് പറയുന്നത് എന്തായിരുന്നു? ജീവൻ തരിക എന്നത്. ന്യായപ്രമാണത്തെ മുഴുവൻ ചെയ്ത് നിവൃത്തിയാക്കുക, അത് പ്രവർത്തിച്ച് നിവൃത്തിയാക്കുക എന്നതല്ല. ന്യായപ്രമാണത്തിന്റെ ഉദ്ദേശത്തെ നിവർത്തിക്കുക എന്നുള്ളതായിരുന്നു. അതാണ് ആത്മാവ്, അതാണ് പരിശുദ്ധാത്മാവ്. അതാണ് പരിശുദ്ധാത്മാവിലൂടെ ജീവൻ നമുക്ക് തന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ ഉള്ളിൽ ജീവൻ തന്നിരിക്കുക. ത്രൂ ദ ഹോളി സ്പിരിറ്റ് യു ഹാവ് ലൈഫ്. നമ്മുടെ അകത്ത് ജീവനാണ്. അപ്പൊ ഈ ജീവൻ നമ്മുടെ അകത്ത് വസിക്കുമ്പോൾ വി ഹാവ് ലൈഫ് ത്രൂ ക്രൈസ്റ്റ് ജീസസ്. ന്യായപ്രമാണത്താൽ മരണം വന്നപ്പോൾ ക്രിസ്തുവിലൂടെ ജീവൻ വന്നു. പക്ഷെ ന്യായപ്രമാണം തന്നതിന്റെ ഉദ്ദേശം ജീവനായി നൽകിയ പ്രമാണം എനിക്ക് മരണകാരണമാക്കുക. റോമർ 7:10. അപ്പൊ യേശു പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവർ ജീവനുണ്ട്. ഞാൻ വന്നത് അവർക്ക് ജീവൻ ഉണ്ടാകുവാനും ജീവന്റെ സമൃദ്ധി ഉണ്ടാകുവാനായിട്ട്. പുത്രനുള്ളവന് ജീവനുണ്ട്. ഇവിടെ ന്യായപ്രമാണത്തിന്റെ നിവൃത്തി പ്രവചനത്തിന്റെ നിവൃത്തി യേശു ക്രിസ്തുവിൽ സംഭവിച്ചു. അപ്പൊ ഇനി നമ്മൾ എന്തിന്റെ കീഴിലല്ല? ന്യായപ്രമാണത്തിന്റെ ഉത്തരവാദിത്വത്തിന്റെ കീഴിലല്ല, പ്രവചനത്തിന്റെ നിവൃത്തിയുടെ പ്രത്യാശയുടെ കീഴില. റെസ്റ്റ്. അപ്പൊ നിങ്ങളുടെ ജീവിത സാഹചര്യം എന്തുമാണ്, അതിനെ മുഴുവൻ, എല്ലാറ്റിനെയും, അത് എത്ര മാത്രം നിങ്ങൾക്ക് വിരോധമായി എഴുന്നേറ്റ് നിന്നാലും മുഴുവനെയും നിങ്ങളുടെ അനുഗ്രഹത്തിന് കാരണമാക്കി തീർക്കുവാൻ കർത്താവിന് കഴിയും. അതുകൊണ്ട് നിങ്ങളുടെ ഉള്ളിൽ നിരാശയും ആകുലതയും ഭാരം എല്ലാം വന്ന് തളർന്നു പോകാതെ കർത്താവിന്റെ പ്രത്യാശയോടെ എഴുന്നേറ്റ് നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ ക്രിസ്തുവിന്റെ നാളോളം അതിനെ തികയ്ക്കും. ഒരു സംശയം വേണ്ടത്.
ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങളുടെ രോഗം, നിങ്ങളുടെ ദാരിദ്ര്യം, നിങ്ങളുടെ പ്രശ്നങ്ങൾ, അതിനുവേണ്ടി ചെയ്യേണ്ട ചില കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അത് ന്യായപ്രമാണം. പക്ഷെ പ്രവചനം എന്താണെന്നറിയോ? ചെയ്തു കഴിഞ്ഞു. ആമേൻ. നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ ഒരുവൻ വരുന്നുണ്ട്. അത് പ്രവചനം. അതൊന്ന് ഏറ്റെടുത്തേ. അതായത് അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിലാണ് പണിയുന്നത്. പ്രവാചകന്മാർ എന്ത് പറഞ്ഞു? വരാനിരിക്കുന്ന ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞു. അപ്പോസ്തലന്മാർ എന്ത് പറഞ്ഞു? വന്ന ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞു. അതേ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ സൗഖ്യം വന്നിരിക്കുക, നിങ്ങളുടെ വിടുതൽ വന്നിരിക്കുക, നിങ്ങളുടെ ജയം വന്നിരിക്കുക, നിങ്ങളുടെ അത്ഭുതം വന്നിരിക്കുക, നിങ്ങളുടെ ഉയർച്ച വന്നിരിക്കുക. ആമേൻ. ഹല്ലേലൂയ. അപ്പോസ്തലന്മാരും പ്രവാചകനും എന്ന അടിസ്ഥാനത്തിൽ നിങ്ങളെ പണിയുക. നിങ്ങളൊരു അനുഗ്രഹമാണ്. ആർക്കും നിങ്ങളെ പരാജയപ്പെടുത്താൻ സാധ്യമല്ല. ആർക്കും നിങ്ങളെ തകർക്കാൻ സാധ്യമല്ല. നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവന് ക്രിസ്തുവിന്റെ നാളോളം അതിനെ തികയ്ക്കും, നിവർത്തിക്കും, നിറവാക്കി നിർത്താനായിട്ട് കർത്താവിന് കഴിയും. ഭാരപ്പെടേണ്ട. എല്ലാറ്റിനും മുമ്പിലും ധൈര്യത്തോടെ, സന്തോഷത്തോടെ, ഉറപ്പോടെ മുന്നോട്ട് പോകാം. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല കർത്താവ് യേശുവിന്റെ നാമത്തിൽ കർത്താവ് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ജീവിതത്തിനകത്ത് ഉത്തരവാദിത്ത ഭാരം, എങ്ങനെ കാര്യങ്ങളെ ചെയ്യുമെന്ന് ഞരങ്ങി ഭാരപ്പെട്ട് നിരാശപ്പെട്ടിരിക്കുന്നവരുടെ ഉള്ളില് പ്രത്യാശയുടെ, ധൈര്യത്തിന്റെ, സ്വസ്ഥതയുടെ ആമേൻ ഹല്ലേലൂയ ആമേൻ ഉറപ്പ് അവർക്ക് കൊടുക്കണം. അവരുടെ അവസ്ഥകളെ മാറ്റുവാനായിട്ട് യേശു മരിച്ചു എന്ന ബോധ്യം അവരെ വാഴട്ടെ. ഒന്നിനാലും അവർ നിരാശപ്പെട്ടു പോകാതെ, ഒരു വിധത്തിലും പിശാചിന്റെ തന്ത്രങ്ങളിൽ പെട്ടുപോകാനിടയാകാതെ ധൈര്യത്തോടെ, ഉറപ്പോടെ, പ്രത്യാശയോടെ ജീവിതത്തിന്റെ സകല മേഖലകളിലും ക്രിസ്തുവിന്റെ കൃപയിൽ വർദ്ധിച്ചു വരുവാനായിട്ട് അവർ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്ന കർത്താവ്. അവരുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ, ജീവിതം അനുഗ്രഹിക്കപ്പെടട്ടെ, തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. എല്ലാ വിധത്തിലും അവരൊരു അനുഗ്രഹമായി തീരട്ടെ കർത്താവ്. അവരുടെ കുടുംബത്തിൽ, അവരുടെ ജോലിയിൽ, അവരുടെ ശുശ്രൂഷകളിൽ കർത്താവെ, അവരുടെ മേൽ കർത്താവെ നീ പറഞ്ഞ വാഗ്ദത്തങ്ങളുടെ നിവൃത്തി അവർ കാണട്ടെ. പ്രത്യേകിച്ച് കർത്താവെ, രോഗികളായിട്ട് എന്നെ കാണുന്നവർക്ക് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ സകല രോഗങ്ങൾക്ക് നല്ല വൈദ്യനായ കർത്താവിന്റെ ശക്തി അവരിൽ നിന്ന് വെളിപ്പെട്ട് ഇപ്പോൾ തന്നെ അവരിൽ അത്ഭുതം കർത്താവ് ചെയ്തു കഴിഞ്ഞതിനായിട്ട് നന്ദി. ആ ബലഹീനതകൾ എടുത്തു മാറ്റുന്നതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ എത്ര മാരക രോഗമാകട്ടെ, എത്ര സങ്കീർണമായ രോഗമാകട്ടെ, എത്ര അപകടം പിടിച്ച രോഗമാകട്ടെ, ആമേൻ, ആ രോഗശക്തി അങ്ങയുടെ അടിപ്പിണരാളുള്ള സൗഖ്യം അവരിൽ വെളിപ്പെടുമ്പോൾ സകല രോഗത്തെയും സൗഖ്യമാക്കുന്നത് വചനം പറയുമ്പോൾ ഇപ്പോൾ തന്നെ സൗഖ്യത്തിന്റെ ശക്തി അവരിലേക്ക്, അവരുടെ ശരീരങ്ങളെ, ജീവിതങ്ങളെ സ്പർശിക്കട്ടെ. പൂർണ്ണ ആരോഗ്യം അവർ പ്രാപിക്കട്ടെ. ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ, യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, നിങ്ങൾക്ക് ഈ പ്രോഗ്രാം അനുഗ്രഹമായിരുന്നു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങളും നിങ്ങളുടെ സാക്ഷ്യങ്ങളും ഞങ്ങളുമായി പങ്കുവെക്കുക. ഒരുമിച്ച് കർത്താവിൽ നിലനിൽക്കുക. ഞങ്ങളുടെ പുസ്തകങ്ങൾ നിങ്ങൾക്ക് സൗജന്യമായി ലഭിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഈ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളുമായി ബന്ധപ്പെടുക. നിങ്ങൾക്ക് തികച്ചും സൗജന്യമായിട്ട് പുസ്തകം ലഭിക്കും. അത് നിങ്ങൾക്ക് നിശ്ചയമായിട്ടും ഒരു അനുഗ്രഹമായിരിക്കും. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.